വോട്ട് വണ്ടി ഇതാ എത്തിക്കഴിഞ്ഞു കേട്ടോ. നിങ്ങളെ അറിയാൻ, നിങ്ങളുടെ നാട്ടിലെ സ്ഥാനാർത്ഥികളെ അറിയാൻ മലയാളി വാർത്ത വോട്ട് വണ്ടി നിങ്ങളുടെ അരികിലേക്ക്. വിസ്മയ, ഇന്ന് നമ്മുടെ വോട്ട് വണ്ടി എങ്ങോട്ടാണ് പോകേണ്ടത്? നമുക്കൊന്ന് ജഗതിയിലേക്ക് വിട്ടാലോ? അടിപൊളി സ്ഥലമാണ്. കാരണം എന്തായിരിക്കും, 4 പോരാളികളാണ് അവിടെ ഉള്ളത്. സ്വതന്ത്രൻ ഉൾപ്പെടെയുള്ള പോരാളികള് അടിപൊളി തെരഞ്ഞെടുപ്പായിരിക്കും അവിടെ. കാരണം ഒന്നിനൊന്നിനും മെച്ചമായിട്ടുള്ള സ്ഥാനാർത്ഥികളാണ്. അതും ബി ജെ പി കോട്ടയാണ്. തകർക്കോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയാം. അപ്പൊ വോട്ട് വണ്ടി നേരെ ജഗതിയിലേക്ക്. ഏറ്റവും സന്തോഷമുള്ള കാര്യം തന്നെയാണ് ഇപ്പൊ ഒരു കലാകാരനിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥിയായിട്ട് മാറുകയാണ്. അപ്പൊ എന്ത് തോന്നുന്നു ഈ ഒരു മാറ്റത്തിൽ? ഞാൻ ഇങ്ങനെ മാറാനായിട്ട് ഒരു തോന്നലും എനിക്കില്ലായിരുന്നു. ഞാൻ ഒരു കലാകാരനായിട്ട് തന്നെ ഇപ്പം മാറി എന്ന് നിങ്ങളെല്ലാം പറഞ്ഞാലും ഞാൻ ഇപ്പോഴും കലാകാരൻ തന്നെയാണ്. ഇനി ഏതെങ്കിലും തരത്തിലുള്ള കല വന്നിരുന്നാൽ അതിന് ഒരു ഇത് കൊടുക്കും. കാരണം അതിലൂടെ ഞാൻ ഇന്ന് കുറെ കൂടെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുകയാണ്. കാര്യം ഒരു കലാകാരൻ ചെല്ലുമ്പോൾ അവിടെ ഉള്ള ആളുകളുടെ മുഖമെല്ലാം സന്തോഷം കൊണ്ട് വികസിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുക. എനിക്ക് കലയെന്ന് പൂർണ്ണമായിട്ട് മാറാൻ പറ്റില്ല. ഞാനിത് വിചാരിച്ചിരിക്കാതെ വന്ന ഒരു സ്ഥാനമാണ്, ഒരു മത്സരമാണ്. അതിന് പ്രാപ്തമാക്കിയത് അല്ലെങ്കിൽ പ്രാപ്തനാക്കിയത് എൻ്റെ കെ വി ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹത്തിനോടൊപ്പം 2001 മുതൽ മന്ത്രിയുടെ ഇതായിട്ട് വന്നെങ്കിലും അതിന് മുമ്പേ ഉള്ള ബന്ധമാണ്. അത് ആ സമയത്ത് അദ്ദേഹം പോലും മന്ത്രിയാകുമെന്ന് വിചാരിക്കാത്തത്. നമ്മൾ ഓരോ കാര്യങ്ങളും വിചാരിക്കാത്ത കാര്യങ്ങൾ ഓരോന്നും സംഭവിച്ചുകൊണ്ടിരിക്കുക. അത് നടക്കേണ്ട സമയത്ത് നടക്കേണ്ടതുപോലെ നടക്കുന്നു എന്നുള്ള എൻ്റെ ഇതാണ്. അപ്പം അങ്ങനെ ഇപ്പം ഞാൻ ഇതിനെ ആഗ്രഹിച്ചതേ ഇല്ല, ഒരിക്കലും ആഗ്രഹിച്ചില്ല. ഇങ്ങനെ സാധനങ്ങളൊക്കെ വേണം. 47 വർഷത്തിന് പുറത്തായി ഇത് തുടങ്ങിയിട്ട്, അഭിനയകല തുടങ്ങിയിട്ട്. അപ്പോഴ് തന്നെ നമ്മുടെ ചലച്ചിത്ര അക്കാദമിയുടെ GC മെമ്പറായിട്ട് ഇപ്പോഴാണ് എനിക്ക് കിട്ടിയത്. അത് എൻ്റെ മന്ത്രി വന്നതിന് ശേഷം, ട്രാൻസ്പോർട്ട് ഭരിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് സജി ചെറിയാൻ സാറ് അദ്ദേഹത്തിൻ്റെയും കൂടെ ആ ഒരു ഇത് വെച്ചിട്ട് GC മെമ്പറായിട്ട് അനുവദിച്ചത്. അതൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ആളുകളെല്ലാം കൂടെ കൂട്ടിച്ചേർക്കുക എന്നുള്ളത് അതെൻ്റെ ഒരു പരമമായ ലക്ഷ്യമാണ്. ഇവിടെ ഒരു കോർപ്പറേഷൻ ഇലക്ഷൻ ഇപ്പം വന്നിരിക്കുകയാണ്. ഇവിടെ ഇലക്ഷന് കഴിഞ്ഞ 10 വർഷമായിട്ട് വളരെ സ്തുത്യർഹമായ രീതിയിൽ തന്നെയാണ് ഈ കോർപ്പറേഷൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് യാതൊരു മാറ്റമില്ല. പക്ഷേ ആ ഒരു ഇതിൽ ഇടയ്ക്കിടയ്ക്ക് വേറെ പാർട്ടികളും എല്ലാം കൂടി വരുമ്പോൾ ഇവിടെ കഴിഞ്ഞ 3 തവണയായിട്ട് 15 വർഷമായിട്ട് BJP-ക്കാരാണ് ഭരിക്കുന്നത്. അപ്പം അവർ വേണ്ട വിധത്തിൽ നോക്കാനോ അല്ലെങ്കിൽ ഞാൻ തന്നെ നോക്കണം എന്നല്ല ഉള്ള ആ ഒരു മനസ്സ് വന്നു കഴിഞ്ഞാൽ ഈ പ്രദേശം അങ്ങ് ഇല്ലായ്മയിലൂടെ അങ്ങ് പോവും. ആ മാലിന്യ കൂമ്പാരമായിട്ടൊക്കെ മാറുന്നത് അങ്ങനെയുള്ള ഇതാണ്. അതേസമയം കണ്ടിന്യൂറ്റിയിൽ പിന്നെ കോർപ്പറേഷൻ അതിഗംഭീരമായിട്ട് നല്ല ഇതിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഓരോ ഇതിലുണ്ട്. അപ്പം അതുകൊണ്ട് ഇതിനെ നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരു കണ്ടിന്യൂറ്റി വേണം. ചേച്ചി, നമ്മളിപ്പോ ജഗതിയിലാണുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ 2ാമത്തെ സ്ഥാനാർത്ഥിയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് അല്ലെ? അപ്പൊ എന്ത് തോന്നുന്നു ചേച്ചി ജഗതിയിൽ ഇപ്പൊ എത്തി നിൽക്കുമ്പോൾ? ശരിക്കും ഞാൻ ജഗതിയിലോട്ട് ഇപ്പൊ വന്നപ്പോ തന്നെ ഒരു വല്ലാത്ത ഉത്സവ പ്രതീതിയാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചൂടിനപ്പുറം ഇവിടെ ഒരു ആഘോഷമാക്കിയിരിക്കുകയാണ്. കൊടിതോരണങ്ങൾ കൊണ്ടും ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും കൊടികളും ഒക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് റോഡൊക്കെ. അതിനപ്പുറം എല്ലാവരും ഇതൊരു ആഘോഷമായിട്ടാണ് അല്ലെ? തെരഞ്ഞെടുപ്പ് എത്തിയപ്പോഴേക്കും ഒരു ആഘോഷം, എനിക്ക് തോന്നുന്നു ഒരു ആഘോഷവും ഒപ്പം മത്സരവും ഒക്കെ ആയിട്ട് മുന്നിട്ട് നിൽക്കുകയാണ്. ഓരോ സ്ഥാനാർത്ഥികൾക്കും വേണ്ടിയിട്ട് ഓരോ പക്ഷത്തിലുള്ള ജനങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് സജ്ജരായി നിൽക്കുകയാണ്. ഏതായാലും ഇവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുണ്ട്. ആ സ്ഥാനാർത്ഥിയിലേക്ക് നമുക്കൊന്ന് പോകാം. സാർ, ഒന്ന് പരിചയപ്പെടുത്താമോ? ഞാൻ ഇവിടെ ജഗതിയിലാണ് താമസിക്കുന്നത്. ഞാനൊരു സ്ഥാപനം നടത്തുന്നു, ശ്രുതി എന്റർപ്രൈസ് എന്ന സ്ഥാപനം ഞാൻ ഇവിടെ നടത്തുന്നു. 40 വർഷം കൊണ്ട് ജഗതി ജംഗ്ഷനിലാണ് ഞാൻ താമസിക്കുന്നത്. എന്തുകൊണ്ടാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ കാരണം? അത് ജനങ്ങളുടെ തീരുമാനമാണ്. ജനങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു സ്ഥാനാർത്ഥിയാവണം. കുറെ കാലം കൊണ്ട് പറയണം നിങ്ങൾ ഇവിടെ ഇലക്ഷൻ നിൽക്കണം. അപ്പൊ ഞാൻ എന്റെ പ്രവർത്തനം കണ്ടു. ഞാനിവിടെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനമൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അതെല്ലാം കണ്ടുകൊണ്ട് ആൾക്കാരുടെ സമ്മതത്തോടാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായത്.
മറുഭാഗത്ത് നിൽക്കുന്നതും അത്ര മോശക്കാരല്ല. ഈ പറയുന്നോണം പൂജപ്പുര രാധാകൃഷ്ണനും മറ്റുള്ള സ്ഥാനാർത്ഥികളൊക്കെ കുറച്ചുകൂടിയൊക്കെ ഫെയിം ഉള്ളവരാണ്. അതിനിടയിൽ നമുക്ക് എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും? അത് ഏത് സ്ഥാനാർത്ഥി ഉണ്ടെങ്കിലും ഞാൻ എന്നെ കുറിച്ച് മാത്രം പറഞ്ഞാൽ മതിയല്ല. ഞാനിവിടെ ജംഗ്ഷനിലുള്ള ആളാണ്. ഈ ജംഗ്ഷനിൽ നിന്ന് വിജയെന്ന് വിളിച്ചാൽ വിളി കേൾക്കുന്ന രീതിയിലാണ് ഞാനിവിടെ താമസിക്കുന്നത്. മറ്റുള്ള സ്ഥാനാർത്ഥികളൊക്കെ കുറച്ച് ദൂരെയാണ്. അവരൊക്കെ നമ്മൾ അടുത്തുള്ള ആൾക്കാരല്ല. അപ്പൊ ആരെപ്പറ്റി ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷെ ഞാൻ താമസിക്കുന്നത് തൊട്ടടുത്താണ്, ജഗതി ജംഗ്ഷനിലാണ്. അപ്പൊ ഒരു വിജയ സാധ്യത ഏറ്റവും കൂടുതലാണ്. കാരണം 40 വർഷത്തോളം ജഗതിയിൽ ഉള്ള ജനങ്ങളെയൊക്കെ നന്നായിട്ട് അറിയുന്ന, അവരുടെ ഓരോ പ്രശ്നങ്ങളും 40 വർഷങ്ങളായിട്ട് കാണുന്ന, ജഗതിയെ തീർച്ചയായിട്ടും ഓരോ മുക്കും മൂലയും കാണാപ്പാടം പഠിച്ച ഒരാളാണ്. അപ്പൊ എന്തായാലും ഒരു വിജയ സാധ്യത ഏറ്റവും കൂടുതൽ കാണുകയാണ്. ഇവിടെ എത്ര വലിയ സ്ഥാനാർത്ഥികൾ വന്നാലും ഒരു വിജയ സാധ്യത കൂടുതൽ കാണുന്നുണ്ടല്ലേ? അതെ, എന്തായാലും വിജയ സാധ്യതയാണ്. ഇവിടെ ജനങ്ങളുടെ സപ്പോർട്ടാണല്ലോ. അല്ലാതെ കൂടെ ഒരു 10-100 പേര് പോയിട്ടൊന്നും കാര്യമില്ല. അതൊന്നും വോട്ടല്ല. ഇവിടുത്തെ ആൾക്കാരല്ല കൂടെ പോകും. സ്ഥാനാർത്ഥി കൂടെ പോകുന്ന ഇവിടുത്തെ ആൾക്കാരല്ല. ഇവിടുത്തെ ആൾക്കാരെന്ന് വോട്ടാണ്. അവര് കൂടെ ആരും പോകത്തില്ല. എന്റെ കൂടെ ഞാൻ ഒറ്റയ്ക്കാരി പോകുന്നത്. എന്നോട് 10 പേരെ കാണുള്ളൂ. ഞാൻ 10 പേര് പോകുമ്പോൾ അത് 20 പേര് പോകും. ഇവിടെ ഇപ്പോ അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരു മത്സരം, ഇനിയിപ്പോ ഒരു മത്സരമാണ് നടക്കാൻ പോകുന്നത്. അപ്പോ 3 സ്ഥാനാർത്ഥികൾ UDF നിന്നും LDF നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥി ഉണ്ട്. അപ്പൊ എന്ത് തോന്നുന്നു? ഏത് സ്വതന്ത്ര സ്ഥാനാർത്ഥി കാര്യം സ്ഥിരമില്ല. അവര് ഇല്ല. പിന്നെ കോൺഗ്രസില് ഒരു നോട്ടമുണ്ട് എല്ലാവർക്കും. ജയിക്കുമെന്നുള്ള പയ്യൻ നല്ല സാമർഥ്യമുള്ള ഒരു പയ്യനാണ്. അതിനെപ്പറ്റി ഇവിടെ എല്ലാവർക്കും അഭിപ്രായമുണ്ട്. പിന്നെ BJPയില് ഇപ്പൊ നമ്മള് 10 വർഷം നിന്നവരുടെ ഭർത്താവാണ് നിൽക്കുന്നത്. അതില് ജയിക്കുമെന്നുള്ള താല്പര്യത്തിൽ അവർ നിൽക്കുന്നു. കഴിഞ്ഞ ഇത്രയും വർഷം അവര് ഭാര്യയും ഭർത്താവുമായിട്ട് പ്രവർത്തിച്ചല്ലോ. അതിന്റെ പേരിൽ ജയിക്കുമെന്നുള്ള ഇതില് നിൽക്കുന്നു. പിന്നെ ഇടതില് അത്ര ഇല്ല. നടനാണ് ശരി തന്നെ. നമ്മളെ സാറും തന്നെ നമുക്കറിയാവുന്ന ആളും തന്നെ. 10 വർഷമായിട്ട് BJPയുടെ ഒരു കോട്ടയാണ് ജഗതി. ഇവിടെ ആര് ജയിക്കും? ഒന്നും മാറണം. വികസനങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതാണ്. അതല്ല, ഇപ്പം ഓരോരുത്തർക്കും ഓരോ അവസരം കൊടുക്കണം. അപ്പൊ ഇപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് LDF ജയിക്കണമെന്നാണ്. ആര് ജയിക്കുന്ന പല സമയം ആയില്ല. അങ്ങനെയാണ് ഇപ്പൊ കട്ടായിട്ട് നിൽക്കുക എല്ലാവരും. ഇപ്പൊ നാളെ BJPക്ക് ഇന്നലെ കിട്ടിയതേ ഉള്ളൂ പിന്നെ അതിന്റെ സ്ഥാനാർത്ഥി. അപ്പൊ ഇന്നലെ അയാൾ തുടങ്ങി. എന്നാലും ഇവിടെ മൂന്നവരും നല്ല സ്ട്രോങ് ആണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് BJPയുടെ ഒരു തട്ടകമാണ്. വർഷമായിട്ട് BJP ഘടകമാണെങ്കിൽ അവർ നല്ല കാര്യങ്ങൾ ചെയ്തു. പക്ഷെ അവരിപ്പോഴില്ല. അവരെ ഭർത്താവാണ് ഇപ്പൊ നിൽക്കുന്നത് BJP ആയിട്ട്. അയാൾ നല്ല സ്ഥാനാർത്ഥിയാണ്. അപ്പം BJP തന്നെ വീണ്ടും തൂക്കുവോ? ഇവിടെ സാധ്യത വരാനുള്ളത്. വിസ്മയ, ഇന്ന് നമ്മള് ജഗതി പോയി, എല്ലാ സ്ഥാനാർത്ഥികളെയും കണ്ടു, നാട്ടുകാരുടെ പ്രതികരണമൊക്കെ എടുത്തു. ശരിക്കും ഇപ്പോൾ വിസ്മയ്ക്ക് എന്താണ് തോന്നുന്നത്? BJPയുടെ കോട്ട ആര് തകർക്കും, അതോ തകരാതിരിക്കുമോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേടിയാണ്. കാരണം കടുത്ത മത്സരമാണ് എന്തായാലും അവിടെ. കാരണം ഈ 10 വർഷമായിട്ട് BJP ഭരിക്കുന്നുണ്ട്. പക്ഷേ അവിടെ ചില വികസന പ്രവർത്തനങ്ങൾ നടത്താൻ ഉണ്ട് എന്ന് ചിലവർ പറയുന്നുണ്ട്. സ്വതന്ത്രൻ ഉൾപ്പെടെ കട്ടുകട്ടി പോരാട്ടത്തിലേക്ക് പോവുകയാണ്. BJPയുടെ ഭരണത്തെ പൊക്കി പറയുന്നവരുമുണ്ട്. അതെ, നല്ല ഭരണമാണ്. അതുകൊണ്ട് തന്നെ അവരെ തള്ളി പറയാൻ പിന്നെ ഒരു ലക്കുമില്ലാണ്ട് പറയുന്നവരും ഉണ്ട് LDF വരണമെന്നുള്ളത്. പക്ഷെ അത് ഞാൻ LDF ആണ്, അതുകൊണ്ട് LDF വരണം. അത് മാത്രമല്ല, ചിലര് പറയുന്നുണ്ട് എന്താ പറയാ, ഞാൻ LDF ആണ് എന്നതുകൊണ്ട് മാത്രമല്ല അവിടെ മാറ്റങ്ങൾ വരണം. പക്ഷെ ഒരിക്കലും സംസ്ഥാനത്ത് മാറ്റം വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവിടെ LDF വരണം എന്ന് പറയുന്ന, പിണറായി സർക്കാർ വരണം എന്ന് പറയുന്ന ആളുകളും. പക്ഷേ BJPയുടെ നിലവിലുള്ള കൗൺസിലർ നല്ല രീതിയിലുള്ള മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. കാരണം അവര് നല്ല രീതിയിലുള്ള വികസന പദ്ധതികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ജഗതി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ്. കാരണം തിരുവനന്തപുരം കോർപ്പറേഷനിലെ എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. കാരണം BJP LDF എന്നുള്ള ഒരു നഗരസഭാ ഭരണത്തിൽ നിന്നും BJP കോൺഗ്രസിലേക്ക് മാറുന്നുണ്ടോ എന്നുള്ള ഒരു ഓളം കൂടിയാണ്. കാരണം UDF സ്ഥാനാർത്ഥിയെ പറ്റി വലിയ നല്ല അഭിപ്രായങ്ങളൊക്കെയാണ് അവിടെ നിന്ന്. അപ്പൊ ജഗതിയിൽ ഒരു LDF BJP എന്നുള്ളതിലപ്പുറം ഒരു UDF BJP ഒപ്പം സ്വതന്ത്രൻ ഒരു കട്ടുകട്ടി മത്സരമായിരിക്കും. എന്നാലും എല്ലാവരും നോക്കി കാണുന്ന, ആർക്കും പറയാൻ പറ്റാത്തൊരിതാണ്. എന്തായാലും അവിടുത്തെ ഒരു എന്താണ് വരാൻ പോകുന്നത് എന്നുള്ളത് എന്തായാലും ഒരു ചോദ്യചിഹ്നമായി ഉയരും. മാത്രമല്ല, ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ നോക്കി കാണുന്ന ഒരു വാർഡ് തന്നെയാണ് നമ്മുടെ ജഗതി എന്ന് പറയുന്നത്. കാരണം അവിടെ ആര് വാഴും ആര് വീഴും എന്നുള്ളത് ഒരു നിശ്ചയവും ഇല്ല. ഇന്ന് നമ്മളെടുത്ത
ഒരു പ്രോഗ്രാമില് എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം അല്ലെ. ഇനി ഏതായാലും നമ്മളെ വോട്ട് വണ്ടി ജഗതിയിൽ അവസാനിക്കുന്നു. നാളെ മറ്റൊരു വാർഡിൽ മറ്റു സ്ഥാനാർത്ഥികളും അവിടുത്തെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. ക്യാമറമാൻ അശ്വിനൊപ്പം വിസ്മയ വെങ്കടേഷും രഞ്ജിനി.